മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ച ആദ്യഘട്ട ഭവനങ്ങളുടെ താക്കോൽദാനം ഇന്നാണ്. 51 വീടുകൾ നിർമ്മാണമാണ് പൂർത്തീകരിച്ചത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രിയങ്ക ഗാന്ധി MP ഉൾപ്പെടെ ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയുന്നു. വയനാട്ടിൽ നിന്ന് കാളിദാസ് ദേവദത്തും തത്സമയം ചേരുന്നു. പറയൂ കാളിദാസ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് SK. ഇപ്പോൾ മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതർക്കുള്ള മുസ്ലിം ലീഗിന്റെ ഭവന പദ്ധതിയിൽപ്പെട്ട 51 വീടുകൾ ഇന്നിപ്പോൾ ഗുണഭോക്താക്കൾക്കായി നൽകാൻ തയ്യാറായിരിക്കുകയാണ്. പൂർണ്ണ സജ്ജമാണ്. ചില സാങ്കേതിക തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് കറണ്ട് അടക്കമുള്ള ചില കാര്യങ്ങൾ കൂടി അത് വരും ദിവസങ്ങളിൽ കൂടി നേരെയാകുമെന്നുള്ളതും കൂടിയാണ്. എന്നാലും 8 സെന്റിൽ 1060 സ്ക്വയർ ഫീറ്റിൽ ഉണ്ടാക്കിയ 51 വീടുകൾ ഇന്ന് പ്രിയങ്ക ഗാന്ധി വയനാട് MP സാന്നിധ്യത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ താക്കോലുകൾ കൈമാറുകയാണ്. ഒപ്പം തന്നെ ഇവിടെ ഈ ടൗൺഷിപ്പിൽ തന്നെ ഉണ്ടാക്കിയ ആ ഒരു വേദിയുണ്ട്. ആ വേദിയിൽ തന്നെയാണ് ഈ ചടങ്ങടക്കം നടക്കുന്നത്. നമ്മളോടൊപ്പം PK ബഷീർ MLA ഉണ്ട്. MLA, എങ്ങനെയാണ് ഇന്ന് ആ താക്കോലുകൾ കൈമാറുന്നത്? ഒരു ചരിത്ര മുഹൂർത്തത്തിന് മുസ്ലിം ലീഗ് പാർട്ടിയും നാടും സാക്ഷ്യം വഹിക്കുകയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിന്റെ തങ്കലികളാൽ എഴുതപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്ന്. പ്രയാസം അനുഭവിക്കുന്ന വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്ക് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച ഭവന പദ്ധതികളുടെ ആദ്യഘട്ടം പൂർത്തീകരിക്കുകയാണ്. ബഹുമാന്യായ പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നതിൻ്റെ താക്കോൽദാന കർമ്മം ബഹുമാന്യായ വയനാടിൻ്റെ പ്രിയങ്കരായ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ഇന്ന് നിർവഹിക്കപ്പെടുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ്. റിക്കാർഡ് വേഗതയിൽ ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് ആളുകൾക്ക് താമസിക്കാൻ സജ്ജമായിക്കൊണ്ട് ഇന്ന് തന്നെ ഇതിൻ്റെ കൈമാറ്റം നടക്കുകയാണ്. അതെ, അത് തന്നെയാണ്. ഇന്ന് ആ കൈമാറ്റത്തിലേക്കാണ് ഇനി ആ കൈമാറ്റ ചടങ്ങുകളാണ് ഇനി കാത്തിരിക്കുന്നത്. നമ്മൾ 8 സെന്റിൽ 1060 സ്ക്വയർ ഫീറ്റിലുള്ള വീടുകളാണ്, 51 വീടുകളാണ് ഈ തൃക്കൈപ്പറ്റയിൽ ഒരുങ്ങിയിരിക്കുന്നത്. മേപ്പാടി മുട്ടിൽ സംസ്ഥാന പാതയോട് ചേർന്നിട്ടാണ്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് വലിയ ദൂരമില്ല, 10 കിലോമീറ്റർ മാത്രമാണ് കൽപ്പറ്റ ടൗണിലേക്കുള്ളത്. 10 കിലോമീറ്ററാണ് ഏറ്റവും അടുത്ത മികച്ച അത്യാധുനിക സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്കുള്ളത്. അതോടൊപ്പം തന്നെ കാരാപ്പുഴ ഡാം 10 കിലോമീറ്റർ മാത്രമാണ് അടുത്തുള്ളത്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ഈ തൃക്കൈപ്പറ്റ എന്നൊരു ഉൾപ്രദേശത്തെ അവിടെ ഒരു ടൗൺഷിപ്പ് വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയുടെ വിജയം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എല്ലാ സൗകര്യങ്ങളോടുകൂടിയ ഒരു വീട്, ആ വീടിൽ 3 ബെഡ്റൂമുകൾ, മൊത്തത്തിൽ 2 ബാത്റൂമുകൾ, അത് ഒന്നാണ് അറ്റാച്ച്ഡ്, ഒരു കോമൺ ബാത്റൂം, ഒപ്പം തന്നെ ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും, കുടിവെള്ളം അടക്കം വെള്ളം അടക്കമുള്ള വിതരണം എല്ലാം തന്നെ സജ്ജമായി. ഇനി ചില വീടുകളിലേക്കും കൂടി കറണ്ട് കണക്ഷനും കൂടിയുള്ള ഒരു ബാക്കി പ്രോസസ്സുകൾ, പരിപാടികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പ്രിയങ്ക ഗാന്ധി വയനാട് MP നേതൃത്വത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 51 വീടുകളുടെ താക്കോലുകൾ കൈമാറുകയാണ്. ദുരന്തബാധിതർക്ക് ആദ്യമായി വീടുകൾ ലഭിക്കുന്നു. 1-ാം തീയതി ആ ചടങ്ങ്, നേരത്തെ 25-ന് ആ ചടങ്ങ് നടന്നിരുന്നെങ്കിൽ അതാകുമായിരുന്നു ആദ്യ ചടങ്ങ്. ഇന്നിപ്പോൾ മുസ്ലിം ലീഗിന്റെ വീടുകൾ ചടങ്ങ് കൈമാറ്റം നടക്കുന്നതോടുകൂടി മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് വീടുകൾ ലഭിക്കുകയാണ്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.